നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും പെട്ടെന്ന് വരുന്നതല്ല. ആ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് പുറകിൽ കൃത്യമായ അടയാളങ്ങൾ ദൈവം നമുക്ക് നൽകാറുണ്ട്. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതാണ് വലിയ പ്രോബ്ലങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടുന്നതിന് കാരണമായി തീരുന്നത്. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, ദുരൂഹ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നാം പാലിക്കേണ്ടതായ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യാനും സോൾവ് ചെയ്യാനും കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളെ പലതിനെയും നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ചെന്ന് അകപ്പെട്ടിട്ട് കരയുന്നതിനേക്കാൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ദിനങ്ങളിൽ ദൈവാത്മാവ് നൽകുന്ന മുന്നറിയിപ്പിൻ്റെ ശബ്ദം അത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ ട്രാക്ക് ക്രമീകരിക്കുകയും ചെയ്യുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതല്ല, അത് ഒരു വിത്ത് പോലെ കിളിർത്തുണ്ടാകുന്നതാണ്. മുന്നൊരുക്കങ്ങൾ പുറകെ നേരത്തെ നടക്കുന്നതാണ്. അതിൻ്റെ പിന്നാലെയാണ് ഇൻസിഡൻറ്റുകൾ വേഗം കയറി വരുന്നത്. ഞാൻ അവിടെ നിന്നപ്പോൾ പെട്ടെന്നൊരു പ്രോബ്ലം ഉണ്ടായി, ആ പ്രോബ്ലം പെട്ടെന്നുണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾക്കകത്ത് നമ്മൾ എന്ന് ചാടുന്നത് നിമിത്തം അതിൻ്റെ ഭവിഷ്യത്തുകൾ വരും വരായികകൾ നാം ഏറ്റുവാങ്ങുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നിന്നും മാറാനും, ചിലതിനെ കണ്ടില്ലെന്ന് നടിക്കാനും, ചിലതിൽ നിന്ന് സ്വയം പിൻവലിയാനും ഒക്കെയുള്ള ഒരു നയം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് രാവിലെ പങ്കുവെക്കാം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പ്രോബ്ലങ്ങളിൽ അകപ്പെടുന്ന വ്യക്തികളുടെ ലൈഫിൽ കാണുന്ന ഒരു പൊതുവായ സ്വഭാവമുണ്ട്. അവർ അമിതമായി വിശ്വസിക്കുന്നവരാണ്. അധിക വിശ്വാസം നാശത്തിൻ്റെ തുടക്കമാണ് എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അതായത് എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരാൾ ഉടനെ തന്നെ വഞ്ചിക്കപ്പെടും. നമ്മൾക്ക് ഏറ്റവും ഹൃദയം തുറന്ന് ഇടപെടാൻ കഴിയുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ പെട്ടെന്ന് നമ്മളെ ചിരിച്ചു കാണിക്കുന്ന ഒരാളോടും കൂടെ നമ്മൾ നമ്മുടെ ഹൃദയം തുറക്കുന്നത് നമുക്കൊരു അപകടമായി തന്നെ ഭവിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൻ്റെ സത്യം ഇങ്ങനെയാണ്: പരീക്ഷിച്ചു നോക്കുക, എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക എന്നതാണ്. സകലതും ശോധന ചെയ്യുക, നല്ലതിനെ മുറുകെ പിടിക്കുക. അപ്പോൾ ആത്മപരിശോധന ചെയ്യുവാൻ നമ്മുടെ സമീപത്തുള്ളത് നമ്മളോട് അടുത്ത് വരുമ്പോഴേ, ഇതെന്താണ് എൻ്റെ ഉദ്ദേശം, ഇതെനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ, ഇതെന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഗണ്യമായൊരു പരീക്ഷണത്തിന് നമ്മുടെ മുമ്പിലുള്ള സാഹചര്യത്തെ, വ്യക്തികളെ, അവരുടെ വാക്കുകളെ, അവർ നമുക്ക് വെക്കുന്ന ഓഫറുകളെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ തന്നെ പല വിധത്തിലുള്ളതായ പരിണിത ഫലങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ അത് നമ്മളെ സഹായിക്കും. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്, അവയെ പരീക്ഷിക്കുവിൻ. ഒരാളുടെ ശുശ്രൂഷ നല്ലതാണ് എന്ന് കാണുമ്പോൾ അയ്യോ എന്തു നല്ലതാ, എത്ര ശ്രേഷ്ഠമാണ്. ദൈവമക്കളെ, പല മിനിസ്ട്രിയുടെയും സോഴ്സ് ദൈവത്തിൽ നിന്നുള്ളതല്ല. പലരുടെയും മേൽ വ്യാപരിക്കുന്ന അഭിഷേകങ്ങളുടെ കാരണങ്ങളുടെ പിന്നാൻപുറം തേടി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ്. പലപ്പോഴും ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ യേശുവിനെ നാമം എടുത്തു നടക്കുന്ന ഒരുപാട് ശുശ്രൂഷകൾ സമൂഹത്തിൻ്റെ നടുവിലുണ്ട്. നമ്മുടെ ജീവിതത്തോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കയറി വന്നാൽ അത് വല്ലാത്ത ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ശുശ്രൂഷയെ സ്വീകരിക്കുവാൻ തുടങ്ങുമ്പോൾ കൃത്യമാംവിധം അതിനെ പരിശോധിക്കണം. അതിൻ്റെ മേലുള്ളതായ ആത്മാവിൻ്റെ ഉത്ഭവസ്ഥാനം ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ പിശാചിൽ നിന്നുള്ളതാണോ എന്ന് വ്യക്തമായി പരിശോധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 24-25 വചനങ്ങളിൽ വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. നോക്കൂ, യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട്, മനുഷ്യനിലുള്ളത് എന്താണെന്ന് യേശുവിനറിയാം. യേശു എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. യേശു എല്ലാവരെയും സ്നേഹിച്ചു, പക്ഷേ എല്ലാവർക്കും അവിടുന്ന് വിശ്വാസം അർപ്പിച്ചില്ല. എല്ലാവർക്കും യേശു തന്നെത്താൻ അനുവദിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. അതായത് എല്ലാവരെയും വിശ്വസിച്ചില്ല. മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് അവിടുന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. നോക്കൂ, ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന സകലരെയും കണ്ണും പൂട്ടി വിശ്വസിക്കല്ലെന്ന് പ്രത്യേകമായി ദൈവവചനം പറയുന്നു. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ വിഷയം ഹാൻഡിൽ ചെയ്തു. വളരെ പ്രാർത്ഥിച്ചാണ് ആ പ്രശ്നത്തെ, ആ കുടുംബത്തിനു വേണ്ടി അതിനെ പ്രാർത്ഥിച്ച് നേരെയാക്കി കൊടുത്തത്. ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. ആ സ്ഥാപനം നല്ലതാണ്, വലിയ മേന്മയാണ്, അവിടെ പഠിച്ചിറങ്ങിയവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളിവിടെ വിളിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞ് 5-6 പേരുടെ നമ്പറുകൾ തന്നെ കൊടുത്തു. പക്ഷേ ഇതൊരു വലിയ ഗ്യാങ് ആയിരുന്നു. അവരിൽ പലരും പണം വാങ്ങിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ
ഈ സ്ഥാപനത്തിലേക്ക് ഈ കുട്ടിയെ ചേർക്കുന്നതിന് വേണ്ടി വലിയൊരു തുക കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ഇത് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ടൊരു സ്ഥാപനമാണ്. അവിടുത്തെ സർട്ടിഫിക്കറ്റിന് യാതൊരു വിലയുമില്ല. ആ പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഏതൊക്കെയോ കാരണങ്ങളാൽ അവർ അറിഞ്ഞു. പിന്നീട് ആ പണത്തിനുവേണ്ടി അവർ ഓടാൻ തുടങ്ങി. എന്ത് ചെയ്താലും ഒരു പൈസ തിരിച്ചു കൊടുക്കത്തില്ല. വലിയ വിഷയങ്ങളായി. ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ വിഷയത്തിനകത്തൊരു വിടുതലായത്. അവർ പണം തിരികെ കൊടുത്തത്. ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ വിശ്വസനീയമെന്ന് തോന്നുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് തരുന്ന വ്യക്തികൾ പോലും മറുഭാഗത്ത് ചാരി നിന്നിട്ടാണ് പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയാതെ പോകുന്നു. വലിയ വിശ്വാസ്യത ഉറപ്പിക്കാൻ കഴിയുന്ന സ്രോതസ്സുകളിൽ നിന്ന് തന്നെ കാര്യങ്ങളെ വ്യക്തമാം വിധം അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കാൻ. കുറച്ച് ദിവസങ്ങളുടെ പുറകിൽ ഞങ്ങളുടെ സഭയിൽ വന്നൊരു കുടുംബം എന്നോട് പറഞ്ഞൊരു കാര്യം വലിയ തോതിൽ നമ്മളെ നടുക്കുന്നതായിരുന്നു. അവരുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. ആ വിവാഹം നടക്കുന്ന സമയത്ത് സാധാരണ പെൺവീട്ടുകാർ പയ്യൻ്റെ വീട്ടിലോട്ട് വരും, പയ്യൻ്റെ വീട്ടുകാർ പെൺവീട്ടിലോട്ട് പോകും ചുറ്റുപാടുകളൊക്കെ കാണാൻ. അങ്ങനെ പോകുന്ന സമയത്ത് മാതാപിതാക്കളാണെന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരുന്ന, അതായത് അവരുടെ കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ജീവിത പങ്കാളിയാകാൻ പോകുന്ന ആളുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ് നിർത്തിയിരുന്ന വ്യക്തികൾ ഒറിജിനൽ ആയിരുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഈ വ്യക്തികളെ മറ്റെവിടെയോ കണ്ട അവരുടെ കൂടെ പോയ അവരുടെ ടാക്സി ഡ്രൈവർ, ആ വ്യക്തി പറഞ്ഞു, ഇദ്ദേഹം ഈ വീട്ടിലുള്ള ആളല്ല, ഞാൻ ഇദ്ദേഹത്തെ മറ്റെവിടെയോ കണ്ടിട്ടുണ്ട്. അതേ തുടർന്ന് ആ വീട്ടുകാർ കൃത്യമായി അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കള്ളി വെളിച്ചത്തായി. വിശ്വസിക്കാൻ വരട്ടെ, നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്യാം. പലപ്പോഴും നമ്മൾ അമിതമായി അർപ്പിക്കുന്ന വിശ്വാസം, അവരെന്നെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, അവരെന്നെ സ്നേഹിച്ച നമ്മളോട് മാത്രം അവർക്ക് ഇങ്ങനെ ഒരു ആത്മാർത്ഥതയുള്ളൂ. തെറ്റാണ്. അവർക്ക് വേറെ പല ഗൂഢപദ്ധതികൾ അതിൻ്റെ പുറകിലുണ്ടാകും. നമ്മുടെ ചുറ്റുമുള്ളതിനെ നമുക്കൊന്ന് വിലയിരുത്താൻ തയ്യാറാകാം. അതുകൊണ്ട് എല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കാൻ തയ്യാറാകാതെ പരീക്ഷിക്കുവാൻ തയ്യാറാകണമെന്ന് ദൈവവചനം പറയുന്നു. എല്ലാവരെയും വിശ്വസിക്കാനല്ല, പരീക്ഷിച്ചിട്ട് കൊള്ളാവുന്നതാണെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതിയെന്ന് മനുഷ്യരോട് പറയുന്ന ഗ്രന്ഥമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവെഴുത്ത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെ ചെയ്യുക. ഇതിൽ നമ്മുടെ കർത്താവ് യേശു തന്നെയാണ് നമുക്ക് മാതൃക. മനുഷ്യനെ താൻ അറിഞ്ഞിരുന്നത് കൊണ്ട് എല്ലാവരെയും വിശ്വസിച്ച് താൻ അവർക്കായി ഏൽപ്പിച്ചിരുന്നില്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ശിക്ഷയായി വരുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം ആവേശത്തിലെടുത്ത തീരുമാനം എത്രത്തോളം അപകടമുണ്ടാക്കുമെന്നതിൻ്റെ തെളിവാണ്. ചില കാര്യങ്ങൾ കണ്ടാൽ ഉടനെ ആ കാര്യം എനിക്ക് വേണമെന്നുള്ള നിലയിൽ രണ്ടും കൽപ്പിച്ചെടുത്ത് ചാടുന്ന സമീപനം പലർക്കുമുണ്ട്. അപകടങ്ങളിലേക്കാണ് അതിൻ്റെ യാത്ര. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുന്നത് ഇങ്ങനെയുള്ളതായി എടുത്തുചാട്ടങ്ങളിലൂടെയാണ്. നോക്കൂ, 20-25 സദൃശവാക്യം 20-25 ഇങ്ങനെയാണ് പറയുന്നത്, ഇത് നിവേദിതമെന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം ദൈവസന്നിധിയിൽ അത് നിവേദിക്കാതിരിക്കുന്നതും മനുഷ്യനൊരു കെണിയാണ് എന്ന് പറയുന്നു. അതായത് ദൈവം മുമ്പാകെ പോലും ഒരു കാര്യം ഞാൻ തന്നേക്കാമെന്ന് നേരുകയും പിന്നീട് അത് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അത് വലിയൊരു കെണിയായിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതിന് പകരം എടിപിടിയിൽ ചാടിപ്പിടിച്ച് പല കാര്യങ്ങളെ കൊണ്ട് ഓടുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക. നമുക്ക് സമാധാനപൂർവ്വം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിഷയങ്ങളെ വെക്കാം. കർത്താവ് അതിനകത്ത് സമയം നാം എടുത്ത് ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായ ആലോചന തരും. നമുക്ക് തന്നെ കർത്താവ് സമാധാനത്തിന് മാർഗരേഖ നൽകിത്തരും. നമ്മുടെ ജീവിതത്തിലെ വലിയ തെറ്റുകൾ നമുക്ക് പിണയാതിരിപ്പാൻ നാം ക്ഷമയോടുകൂടി എടുക്കുന്ന ഈ മുന്നൊരുക്കങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒരുപക്ഷേ ഇന്ന് ഈ വാക്ക് കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിൽ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടാകും. ആ തീരുമാനത്തിൽ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് നാളത്തെ ഒരു കണ്ണുനീരിൽ നിന്ന് നിങ്ങളെ സഹായിക്കാൻ കാരണമായി തീരും. എല്ലാവരും പറഞ്ഞു ഒരു വ്യക്തിയോട്, നിങ്ങൾ പൊക്കോ, നല്ലതാണ്, ഇപ്പോൾ രക്ഷപ്പെടും, അതാണ് ഇതാണ് എന്ന് പറഞ്ഞു. നമ്മുടെ അടുക്കൽ ഇത് വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ആ യാത്രയ്ക്ക് ഒരു കാരണവശാലും പണം മുടക്കരുതെന്ന് കർത്താവിൻ്റെ ആത്മാവ് അവരോട് പറഞ്ഞു. അവർ വലിയ നിരാശയോടെയാണ് എൻ്റെ അടുക്കൽ നിന്ന് പോയത്. കാരണം പാസ്റ്റർ മാത്രം ഈ ഒരു കാര്യത്തിനകത്ത് നോയാണ് പറഞ്ഞത്, ബാക്കി എല്ലാവരും പോസിറ്റീവാണ് പറഞ്ഞത്. പാസ്റ്ററെ, ഈ കാര്യത്തിനകത്ത് എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞ ആൻസറേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാനിത് പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നതല്ല. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയാൽ പറയില്ല, മിണ്ടുകയല്ല. അതാണ് നമ്മുടെ ഒരു രീതി. ആ വിഷയത്തിനകത്ത് നിങ്ങൾ പോകണ്ടെന്ന് തന്നെയാണ് കാര്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നത്. കൂട്ടുകാരികൾ രണ്ടുപേര് പോയി, ഇദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല, വലിയ സങ്കടമായി. പക്ഷേ ചെന്ന് കയറിയവർ രണ്ടുപേരും ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ണുനീരോടെ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, നീ ഒരു കാരണവശാലും കയറി പോരല്ലേ, ഇത് വലിയൊരു ചതിയാണ്. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾക്കകത്തുനിന്ന് ദൈവം നമ്മളെ വിലക്കും. ചാടി പിടിച്ച് വാക്ക് കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടാൻ വരട്ടെ. നമുക്കൊന്നുകൂടെ ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നു, നാവ് വലിയൊരു തീയാണെന്ന്, അത് ജീവിതത്തെ മുഴുവൻ കത്തിക്കുവാൻ പര്യാപ്തമായതാണെന്ന് നമ്മളോട് പറയുന്നു. അതായത് വാക്കിൻ്റെ നിയന്ത്രണമില്ലായ്മ പലപ്പോഴും ജീവിതത്തെ അപകടത്തിലാക്കുമെന്നതിൻ്റെ ശക്തമായ വെളിപ്പെടുത്തലാണത്. ജീവിതത്തിൽ ദുരൂഹതകൾ, പ്രശ്നങ്ങൾ, സങ്കീർണതകൾ കടന്നു വരാതിരിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് എണ്ണമുണ്ടായിരിക്കണം. കൂടുതൽ സംസാരിക്കുന്നതും, ആമേൻ, ഹല്ലേലൂയ, രഹസ്യങ്ങൾ കാണുന്ന എല്ലാവരോടും പറയുന്നതും, ഇപ്പോൾ കാണുന്നവരോട് പോലും സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങളെ കുറിച്ച് പറയുന്നതും,
പെട്ടെന്നൊരു നിമിഷം കാണുന്ന ഒരാളോട് സ്വന്തം ജീവിതത്തിലെ പ്രണയ നൈരാശ്യം, ജീവിത വീഴ്ചകൾ, ചീറ്റ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിച്ച് സ്വന്തം ജീവിതത്തിലെ പാപപ്രകൃതങ്ങളൊക്കെ വലിയ ശ്രേയസ്സായിട്ട് പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂലോക മണ്ടന്മാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. ഒരു കാരണവശാലും നിങ്ങളുടെ വാക്കിനകത്ത് ഇങ്ങനെ ഒരു പിഴവ് നിങ്ങൾക്ക് ഉണ്ടാകരുത്. കർത്താവ് അതിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് വലിക്കുവാൻ താല്പര്യപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ശുഭസൂചനയായിട്ടാണ് ഇന്ന് രാവിലെ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ വാക്കുകളാൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടാതിരിപ്പാൻ, നാളെ നിങ്ങൾ ആ വാക്കുകളുടെ പേരിൽ യാതൊരു വിധത്തിലും ടോർച്ചർ ചെയ്യപ്പെടാതിരിപ്പാൻ, നിങ്ങളുടെ വാക്കുകൾക്കിടയിൽ ഒരു കവചം ചാർത്തുവാൻ ഈ കാര്യം നിങ്ങൾക്ക് സഹായകമായി തീരട്ടെ. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവനവന് ശക്തിയില്ലാത്തത് പോകരുത്. സ്വന്തം പ്രാപ്തിക്ക് അതീതമായ കാര്യങ്ങൾക്ക് വേണ്ടി ചുമ്മാ ചാടിപ്പിടിച്ചിറങ്ങി പുറപ്പെടരുത്. യേശു ഒരു കാര്യം പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളിലാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞത്. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് യുദ്ധത്തിനായിട്ട് പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോൾ താൻ 10,000 ആളുകളുമായി 20,000 ആളുകളുമായി വരുന്നവനോട് നേരിടാൻ കഴിയുമോ എന്ന് ആദ്യം ഇരുന്ന് ആലോചിക്കുകയില്ലയോ? കാരണം ആലോചനയില്ലാത്തിടത്ത്, കൃത്യമായ പ്ലാനും പദ്ധതിയും ഇല്ലാത്തിടത്ത് പരാജയങ്ങളുടെ ഒരു വലിയ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ പ്രാപ്തി, നിങ്ങളുടെ ശക്തി, ആ ശക്തിക്ക് അതീതമായ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവം നിങ്ങളെ അയക്കുന്നുവെങ്കിൽ പോയിക്കൊള്ളുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ശക്തിക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രാപ്തിക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങളെ മാത്രം ഏറ്റെടുക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്ന ഭാരം മാത്രമേ എടുക്കാവുള്ളൂ, അനാവശ്യമായത് എടുക്കരുത്. ചില ആൾക്കാരുണ്ട്, കണ്ണി കാണുന്ന എല്ലാ ടാസ്കും എടുത്ത് വടലിക്ക് വെക്കും, എന്നിട്ട് ഒന്നും ചെയ്യാനാകാതെ കൈകാലിട്ടടിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങളെ നാശത്തിലേക്കും ദോഷത്തിലേക്കും നിങ്ങളുടെ മൂല്യത്തെ തകർക്കുന്നതിലേക്കുമാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ അത്യാഹിതം, ഈ ദുരിതം നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കൃത്യമാംവിധം എനിക്കിനകത്ത് കൺട്രോളിങ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ അതൊരു വിക്റ്റിമായി തീരുമോ, ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൺട്രോളിങ് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യത്തിലേക്ക് മാത്രമേ നിങ്ങൾ പോകാവൂ എന്നാണ് കർത്താവ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവവചനമാണ് അടിത്തറയായിട്ട് വെക്കുന്നത്. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ഈ കാര്യങ്ങളിൽ പറയുന്നത്. തിരുവെഴുത്ത് നോ പറയുന്ന കാര്യങ്ങൾക്കകത്ത് നമ്മൾ എസ് കണ്ടെത്താൻ പോയാൽ അത് വലിയ അപകടങ്ങളായി മാറും. ദൈവത്തിൻ്റെ വചനം പിന്നീട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് പാറ്റേണുകളെ പഠിക്കുക എന്നുള്ളതാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. ഒരു ബിസിനസ്സിന് ഇറങ്ങുന്നു, 2 മാസം സക്സസ് ആകുന്നു, 3-ാം മാസം പൂട്ടിക്കെട്ടി പോകുന്നു. അടുത്ത പരിപാടിക്ക് ഇറങ്ങുന്നു, 2 മാസം പോയിട്ട് നിൽക്കുന്നു, പിന്നെ തിരിച്ചു വരുന്നു. പുതിയൊരു ജോലിക്ക് പോകുന്നു, 2 മാസം അവിടെ തുടരുന്നു, പിന്നെ എല്ലാം കളഞ്ഞിട്ട് തിരിച്ച് പിന്നെയും വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ പോയും വന്നും നിൽക്കുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? കൃത്യമായിട്ട് നമുക്കറിയാം അവരുടെ പാറ്റേൺ ഇപ്പോൾ അങ്ങോട്ടാണ്, നാളെ താഴോട്ടാണ്, ഇപ്പോൾ പിന്നെ അത് അങ്ങോട്ടാണ്, പിന്നെയും താഴോട്ടാണ്. പറയുന്ന കാര്യങ്ങളോ ഭൂലോകത്തിലെ ഏറ്റവും വലിയ തന്ത്രങ്ങൾ. ഞാനിപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ്, ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ നാശവും വേദനയും ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിലുണ്ടാകും. കാരണം അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അവർ ഒന്നും കണ്ടിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ കണ്ടിട്ടൊന്നും അവർക്ക് ഒരു മൂല്യവും അതിനകത്ത് ഉൾക്കൊള്ളാനില്ല എന്നുള്ളതാണ്. ബൈബിൾ നമ്മളോട് പറയുന്നത് സദൃശവാക്യങ്ങളുടെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നം ഉണ്ടാകുന്നതിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ആദ്യത്തെ തെറ്റൊരു അനുഭവമാണ്, എന്നാൽ രണ്ടാമത്തെ തെറ്റോ അത് ആവർത്തിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ അജ്ഞാനമാണ്. പിന്നെയും ആ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴോ സ്വന്തം ജീവിതത്തിൻ്റെ ഉയർച്ചയാണ് ആ മനുഷ്യൻ തകർത്ത് കളയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പാറ്റേണുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന കാര്യത്തിനോട്ട് പരാജയപ്പെടുകയാണെങ്കിൽ, ഈ കാര്യത്തിലേക്ക് പോയിട്ട് നിങ്ങൾക്കത് നേടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ വരും വരായികകൾ, പോരായ്മകൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഴിവുകേടുകൾ ഏത് ഭാഗത്താണെന്ന് കൃത്യമായി കണ്ടെത്തിയ ശേഷം മാത്രം ഇനിയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ചില ദുരൂഹതകൾ, ചില അത്യാഹിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ അശ്രദ്ധകൾ നിമിത്തമാണ്. ചില കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മൾ പഠിക്കാത്തതിൻ്റെ പേരിലാണ്. 6-ാമത്തെ കാര്യം ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് അതിനോടൊരു തയ്യാറെടുപ്പോ യോജിപ്പോ ഇല്ല. പക്ഷേ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളെ കഠിനമായിട്ട് അതിലേക്ക് സമ്മർദ്ദം ചെലുത്തുക. നീ ഇപ്പോൾ പോ, നീ ഇത് ചെയ്യ്, നീ ഇതെടുക്ക്, നമുക്കോ താല്പര്യമില്ല, പക്ഷെ നമ്മളെ ഒപ്പം നിന്ന് അങ്ങ് സമ്മർദ്ദപ്പെടുത്തുകയാണ്. അങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്ന ആരുടെയും വാക്ക് കേട്ട് നിങ്ങൾ ഒന്നിനും വേണ്ടി ഇറങ്ങി പുറപ്പെടരുത്. ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. കാരണം ആ സമ്മർദ്ദങ്ങളുടെ പുറകിൽ അവർ തങ്ങളുടെ ലാഭത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ലാഭം കിട്ടുന്നൊരു കാര്യത്തിന് വേണ്ടിയാണ് അവർ നിങ്ങളെ വല്ലാതെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നന്മയെ കരുതി ആരും നിങ്ങളെ സമ്മർദ്ദപ്പെടുത്തുകയില്ല. നിങ്ങളത് ഓർത്തുകൊള്ളുക. മറ്റൊരാൾ നിങ്ങളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതെന്നാ കൂടപ്പുറപ്പായാലും അതേത് വലിയ രക്തബന്ധമായാലും അതിൻ്റെ പുറകിൽ ഒരു ചതിക്കുഴിയുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകരുത്. യേശുവിനെ ക്രൂശ് മരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പത്രോസ് വല്ലാതെ ശ്രമിച്ചു. കാണുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും വേണ്ട വലിയ കാര്യമാണെന്ന്.
പക്ഷേ യേശു പറഞ്ഞു, നീ പിശാചാണ്. കാരണം ഏറ്റവും അടുത്ത മിത്രത്തിലൂടെ പല കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, ദൗത്യത്തിൽ നിന്ന് ദിശ മാറ്റിവിടുവാനുള്ളതായ ശ്രമം നടത്തിയപ്പോൾ അതൊരു സാധാന്യ പദ്ധതിയായി യേശു മനസ്സിലാക്കി. കർത്താവ് അതിനെ ശാസിക്കുകയാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ മക്കളെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലൊരു സമാധാനം കിട്ടാറില്ല. പോകണ്ട, ഇപ്പോൾ പോകണ്ട, ഈ കാര്യം ചെയ്യണ്ട എന്നിങ്ങനെ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചില കാര്യങ്ങൾക്കകത്ത് നോ പറയും. ആ നോ പറയുന്നതിന് നിങ്ങൾ എസ്സാക്കി തീർക്കാൻ വഴി കണ്ടെത്തരുത്. നമ്മൾ ന്യായീകരണ തൊഴിലാളികളാണ്. ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ, നമ്മുടേതായ വഴികൾ നല്ലതെന്ന നിലയിൽ സമർത്ഥിക്കാൻ നമ്മൾ ഒരുപാട് അടവുകൾ പയറ്റുന്നവരാണ്. ദയവ് ചെയ്ത് പോയി വീഴരുത്. കെണികളാണ്, വഞ്ചനകളാണ്, തന്ത്രങ്ങളാണ്, ദുരിതങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നല്ല ഒരു അത്യാഹിതങ്ങളും ഉണ്ടാകുന്നത്. പല സൈൻ ബോർഡുകളെ അവഗണിച്ച് മുന്നോട്ടേക്ക് കണ്ണുമടച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് വലിയ ഗർത്തങ്ങളിൽ ചെന്ന് പതിക്കുന്നത്. നിങ്ങൾ പോകരുത്. ചില സ്വപ്നങ്ങൾ മുന്നറിയിപ്പുകളാണ്. ആ സ്വപ്നങ്ങളെ കണ്ടിട്ടും നമ്മൾ പ്രാർത്ഥിക്കാതെ, ഒരുങ്ങാതെ, മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് അപകടമാണ്. ചില നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് നിന്ന് ഒരു കുടുംബം എന്നെ കാണുവാൻ വേണ്ടി വന്നു. അവർക്ക് ഒരു കുഞ്ഞില്ല, ഒരു മകളുണ്ടായിരുന്നു. ആ മകൾ ബന്ധുവീട്ടിൽ അവധിക്ക് നിൽക്കാൻ പോയപ്പോൾ ഒരു കിണറ്റിൽ വീണ് മരിച്ചു. ആ ഒരു വേദനയുടെ പേരിൽ ആ സ്ത്രീക്ക് വല്ലാത്ത ചില മാനസിക അസ്വസ്ഥതകളുണ്ടായി. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഈ കാര്യം ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നേരത്തെ നൽകിയതാണ്. അപ്പോൾ ഒരു അത്യാഹിതം സംഭവിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം അവർ കണ്ടു. എന്താണ് അവർ കണ്ടതെന്നറിയാമോ? വെള്ളം കോരുന്ന തൊട്ടിക്കകത്ത് നിന്നും വെള്ളത്തിന് പകരം അവർ കോരിയെടുക്കുന്നത് അവരുടെ കുഞ്ഞുപയോഗിക്കുന്ന ഒരു പാവയാണ്. അന്നേരം അവർ പറഞ്ഞു, കളിപ്പാട്ടമല്ലേ കോരിയെടുക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഇത് ഹസ്ബൻഡ് കണ്ടു, വൈഫിനോട് പറഞ്ഞു. വൈഫും പറഞ്ഞു, ഞാനും കണ്ടു അവളുടെ കുറേ കളിപ്പാട്ടങ്ങളെല്ലാം കിണറ്റി വീണ് കിടക്കുന്നത്. കോരിയെടുത്ത് കളയുന്നതായിട്ട് കണ്ടു. എവിടാ കളഞ്ഞത്? കുപ്പയ്ക്കകത്തോട്ട്. ഇത് കണ്ടപ്പോഴെങ്കിലും വിവേകത്തോടു കൂടെ പ്രാർത്ഥിക്കാനും ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനും അവർക്ക് തയ്യാറാകാൻ പറ്റുമായിരുന്നില്ലേ? പറ്റുമായിരുന്നു. പക്ഷേ അവഗണിച്ചു. ഫലം എന്താണ്? ആറ്റുനോറ്റുണ്ടായ ഒരു കൺമണി അവർക്ക് നഷ്ടമായി. ചില മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് അജ്ഞാതമായ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി വീഴ്ത്തുന്നത്. അത്യാഹിതങ്ങൾ പെട്ടെന്ന് വരുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ദുരൂഹതകൾ പെട്ടെന്നുണ്ടാകുന്നതല്ല. ഓരോ ദുരൂഹതകൾക്ക് പുറകിലും കൃത്യമാംവിധമുള്ളതായ ഇൻസ്ട്രക്ഷൻ, മുന്നറിയിപ്പുകൾ, ഇൻഡിക്കേഷൻസ് പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് കർത്താവ് താല്പര്യപ്പെടുന്നു. അതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാര്യം പറയുന്നു. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ദൂതിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുകയാണ്. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിലുണ്ടോ എന്ന് നോക്കി ഞങ്ങളെ ശാശ്വത മാർഗത്തിൽ നയിക്കണമേ. അനർത്ഥങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ. പതനങ്ങളിൽ വീണുപോകാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദിശാബോധം സജ്ജമാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയറും ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുകയാണ്. നിങ്ങൾ വന്നാൽ നിങ്ങളതിൻ്റെ ഫലം അറിയും. ഞാൻ നിങ്ങളെ വിളിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.